മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. യേശുവിലെത്രയും സ്നേഹമുള്ളവർ, നിങ്ങളെല്ലാവരെയും സന്തോഷത്തോടുകൂടെ പ്രഭാത വിരുന്നിലേക്ക് സ്വാഗതം ചെയ്യാണ്. വചനത്തെ കൂടുതൽ ആഴപ്പെട്ട് അറിയുവാനും അതനുസരിച്ച് ജീവിക്കാനും പ്രഭാത വിരുന്ന് നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആദ്യമേ തന്നെ ആശംസിക്കുകയാണ്. കാരണം വചനം കൂടുതൽ അറിയാൻ നമ്മളെല്ലാവരെയും പ്രഭാത വിരുന്ന് സഹായിക്കുന്നുണ്ട്. തുടർന്നും അതനുസരിച്ച് ജീവിക്കാൻ ഈശോ നമ്മളെ സഹായിക്കട്ടെ. വളരെ പ്രത്യേകിച്ച് പ്രഭാത വിരുന്നിൻ്റെ സ്വർഗീയ മധ്യസ്ഥയായ പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് എത്തിച്ചൊല്ലാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. സ്നേഹമുള്ളവരെ, നമ്മൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് വളരെ പ്രത്യേകമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായിട്ടുള്ള ഒരു സഹായം അപേക്ഷിക്കുക. നമ്മൾ പഴയ നിയമ പുസ്തകത്തിലേക്ക് പോകുമ്പോൾ ഈ പഴയ നിയമത്തിലെ ജോസഫിനെ നമ്മൾ കാണുന്നുണ്ട്. പഴയ നിയമത്തിലെ ജോസഫിൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിച്ചത്, സ്വപ്നം വ്യാഖ്യാനിക്കാനായിട്ട് ബുദ്ധിയെ പരിശുദ്ധാത്മാവാണെന്ന് ഫറവോ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. കാരണം ഫറവോ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവാണ് നിൻ്റെ മേലുള്ളത്, അതാണ് നിന്നെ ശക്തി. അപ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമെന്നും ശക്തിപ്പെടുത്തുമെന്നും വചനത്തെ കൂടുതൽ അറിയാൻ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും പരിശുദ്ധാത്മാവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവെ നിങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണം. വളരെ പ്രത്യേകിച്ച് നമ്മൾ വചനം കേൾക്കുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു നിയോഗം എപ്പോഴും വെക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു നിയോഗത്തിൽ പുതിയ തലമുറയിൽ നമ്മളറിയാലോ, അനുസരണക്കേട് ഭയങ്കര പ്രശ്നമാണ്. അനുസരണക്കേട് കാണിക്കുക, അത് പുതിയ കുട്ടികളായിക്കോട്ടെ, കൗമാരക്കാരായിക്കോട്ടെ, യൗവനക്കാരായിക്കോട്ടെ, മാതാപിതാക്കളിലേക്ക് അനുസരിക്കാതെ കാണും. അങ്ങനെയൊക്കെ ആരെങ്കിലും വളരെ ശക്തമായിട്ട് ഒരു തരത്തിലും ചേർന്ന് പോകാത്ത മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരെ പരിശുദ്ധാത്മ പ്രത്യേകമായിട്ട് ബലപ്പെടുത്താൻ വേണ്ടി, അനുസരണ എന്ന പുണ്യത്തിലേക്ക് വരാൻ വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. സ്നേഹമുള്ളവരെ, നമുക്കൊന്ന് ചേർന്നത്തെ വചനം ശ്രവിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിലെ 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത്. വചനം ഇങ്ങനെയാണ്: യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു, അത് കർത്താവാണ്. അത് കർത്താവാണെന്ന് കേട്ടപ്പോൾ ശിമയോൻ പത്രോസ് താൻ നഗ്നനായിരുന്നത് കൊണ്ട് പുറങ്കുപ്പായം എടുത്ത് ധരിച്ച് കടലിലേക്ക് ചാടി. എന്നാൽ മറ്റ് ശിഷ്യന്മാർ മീൻ നിറഞ്ഞ വലയും വലിച്ചുകൊണ്ട് വള്ളത്തിൽ തന്നെ വന്നു. അവർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിലധികം അകലെയായിരുന്നു. കരയ്ക്കിറങ്ങിയപ്പോൾ തീ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വച്ചിരിക്കുന്നതും
അപ്പവും അവർ കണ്ടു. യേശു പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ പിടിച്ച മത്സ്യത്തിൽ കുറെ കൊണ്ടുവരുവിൻ. ഉടനെ ശിമയോൻ പത്രോസ് വള്ളത്തിൽ കയറി വലിയ മത്സ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ വല വലിച്ച് കരയ്ക്ക് കയറ്റി. അതിൽ 153 മത്സ്യങ്ങളുണ്ടായിരുന്നു. ഇത്ര അധികം ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. യേശു പറഞ്ഞു, വന്ന് പ്രാതൽ കഴിക്കുവിൻ. സ്നേഹമുള്ളവരെ, ഇതൊരു അച്ഛൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ, നമ്മൾ നിയോഗം വെച്ചതുപോലെ, ഒരു അനുസരണക്കേടും അതിനുശേഷം ഒരു അനുസരണയും. അതാണ് ഈ വചനത്തിൻ്റെ ഒരു മെയിൻ കണ്ടൻ്റായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമേ ഒരു അനുസരണക്കേട്, പിന്നീട് ഒരു അനുസരണം, അല്ലെങ്കിൽ അനുസരിക്കുന്നതിലൂടെ ദൈവത്തിലേക്ക് വീണ്ടും അടുക്കുക. പ്രിയമുള്ളവരെ, അനുസരണം ഈ ഒരു 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ 2024 ജീവിക്കുമ്പോഴേക്കും നമ്മുടെ മക്കളൊക്കെ വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന, മാറുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ അനുസരണം എന്ന് പറയുന്നത് വളരെ വലിയൊരു പ്രശ്നം തന്നെയാണ്. പല മാതാപിതാക്കളോടും സംസാരിക്കുമ്പോഴേക്കും അവരുടെ വലിയൊരു പരാതി എന്ന് പറയുന്നത് മക്കള് അനുസരിക്കുന്നില്ല എന്നതാണ്. അതൊരു വളരെ അതിശയം തോന്നുന്നത്, അത് വലിയ മക്കളെ കുറിച്ചല്ല പറയുന്നത്. +1, +2, 10ാം ക്ലാസ് തലത്തിലുള്ള മക്കളെ കുറിച്ചല്ല പറയുന്നത്. തീരെ ചെറിയ കുട്ടികളെ കുറിച്ചും 5ാം ക്ലാസ്, 4ാം ക്ലാസ്, ഒരു 6ാം ക്ലാസ് തരത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കളെയൊക്കെ വളരെ വലിയ പ്രശംസനങ്ങൾ. അതുകൊണ്ട് അനുസരിക്കുക എന്നത് അതൊരു ദൈവകൃപയാണ്. അനുസരണക്കേട് കാണിക്കുക എന്നത് അവിടെ വേറൊരാളുടെ പ്രവർത്തനമാണ്. നമ്മൾ ആ ആളെ ഒന്നെങ്കിൽ പ്രലോഭകനെന്നോ പിശാചെന്നോ ഒക്കെ വിളിക്കാം നമുക്ക്. അപ്പം അതുകൊണ്ട് നമ്മളിവിടെ ഒരു യേശുവിനെ അനുസരിക്കുന്ന അപ്പോസ്തലന്മാർ, യേശു മരണമടഞ്ഞു, അവനെ സംസ്കരിച്ചു, അവൻ ഉയർത്തെഴുന്നേറ്റു, അതിനുശേഷവും മനുഷ്യരെ പിടിക്കാമെന്ന അപ്പോസ്തലന്മാര് ആ പണി ഉപേക്ഷിച്ച് ഒരു തരത്തിൽ ഒരു അനുസരണക്കേട് കാണിച്ച് അവര് വീണ്ടും ഒരു മത്സ്യബന്ധനത്തിന് വേണ്ടി പോവുകയാണ്. ഒരു അനുസരണക്കേട്. ഇവിടെ ഈ ഒരു ഭാഗം വായിച്ചപ്പോഴേക്കും നമുക്ക് 3 സ്റ്റേജ്, 3 തരത്തിൽ വചനം നമുക്ക് മാറ്റി ചിന്തിക്കാം. ഒന്ന്, മീൻ പിടിക്കാൻ അവർ വീണ്ടും പോകുന്നു. രണ്ടാമത്തേത്, അനുസരിച്ച് വീണ്ടും അവർ വല ഇറക്കുന്നു. മൂന്നാമത്തേത്, തിബീരിയാസ് കടലിൽ നിന്ന് 153 മീനുകളെ കിട്ടുന്നു. അപ്പോൾ അനുസരണക്കേട് കാണിക്കുന്നു, അനുസരിക്കുന്നു, റിസൾട്ട് കിട്ടുന്നു. 3 തരത്തിൽ വചനം ധ്യാനിക്കുന്നുണ്ട്. അച്ഛൻ ആദ്യം പറഞ്ഞത് അനുസരണക്കേട് കാണിച്ചു, കാരണം അവർ മനുഷ്യരെ പിടിക്കാൻ വേണ്ടി അവർ ജീവിതം ആരംഭിച്ചവരാണ്. അവരനുസരണക്കേട് വീണ്ടും വള്ളവും വലയും എടുത്ത് അവർ കടലിലേക്ക് പോകുന്നു. അവരനുസരിക്കുക. കർത്താവ് പറയും, നിങ്ങൾ ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക. അനുസരണം. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല എങ്കിൽ പോലും ഒരുവൻ കടലിന്റെ തീരത്ത് നിന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വലയിറക്കുന്നു. അനുസരണം. അപ്പൊ നമ്മുടെ പുതിയ തലമുറയിലെ മക്കളെ ഓർക്കുമ്പോഴേക്കും നമുക്ക് പ്രത്യേകം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റണം. അവർക്ക് നല്ല മാതൃകയായി നമ്മൾ നിൽക്കണം. ഇതിനു വേണ്ടി അനുസരിച്ചപ്പോൾ അവരുടെ വള്ളം നിറഞ്ഞു, അവരുടെ വല നിറഞ്ഞു. അത് വെറുതെ വല നിറഞ്ഞു എന്നല്ല പറയണം. തിബേരിയാസ് കടലിലെ വല ഇറക്കി 153 മീനുകളെ കിട്ടി. ഇതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? 153 എന്ന് പറയാൻ കാര്യം, കൃത്യം എണ്ണി പറയാനുള്ള കാര്യം എന്താണ്? അതിന് വേറെ ഒരു കാര്യമുണ്ട്. 153 എന്ന് കൃത്യം പറയാനുള്ള കാര്യം വേറെ ഒന്നുമല്ല. എന്താണ്? തിബേരിയാസ് കടലില് 153 ഇനങ്ങളിൽപ്പെട്ട മത്സ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുക.
അപ്പോൾ സുവിശേഷകാരൻ ഇവിടെ 153 മീനുകളെ കിട്ടിയെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? തിബേരിയാസ് കടലിലെ എല്ലാ മത്സ്യസമ്പത്തിനെയും അവർക്ക് ആ ചെറിയ വലയിൽ ശേഖരിക്കാൻ പറ്റി. അല്ലാതെ ഇവിടെ 153 എണ്ണി തിട്ടപ്പെടുത്തി അവർ എണ്ണി മാറ്റി വെച്ചു എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. തിബേരിയാസ് കടലിലുണ്ടായിരുന്ന എല്ലാ തരം മത്സ്യങ്ങളെയും ഒരൊറ്റ വലയിൽ കർത്താവ് ഉൾക്കൊള്ളിച്ചു കൊടുത്തു. എന്തുകൊണ്ട്? അനുസരിച്ചതുകൊണ്ട്. അപ്പോൾ അവരൊരു അനുസരണക്കേട് കാട്ടി. രണ്ടാമത് അവരനുസരിക്കുന്നു. മൂന്നാമത് തിബേരിയാസ് കടലിൽ എല്ലാ മത്സ്യസമ്പത്തും കർത്താവ് അവർക്ക് കൊടുത്തു. കാരണം എന്താണ്? അവര് കർത്താവിൽ അനുസരിച്ചു. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അനുസരിക്കുന്നവന് റിസൾട്ട് ഉണ്ടാവും, അവന് ഫലം ലഭിക്കും. നമ്മൾ ഈ വചനം പറയുമ്പോഴേക്കും ഈ നമ്മുടെ കുട്ടികളെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തല്ലല്ലോ പറയുന്നത്. കുട്ടികൾ ഈ കാലത്തിൻ്റെ ഒരു ഫോക്കസ് ആണ് ശരി, എങ്കിൽ പോലും നമ്മൾ മുതിർന്നവരാണെങ്കിൽ പോലും നമ്മളുടെ ഉത്തരവാദിത്വപ്പെട്ടവരെ, മാതാപിതാക്കളെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കുറവായിട്ട് കരുതുകയാണ്. ഒരു കുറവാണത്. ഞാൻ പറയുന്നത്, ഞാൻ പറയുന്ന കാര്യങ്ങൾ അത് ഇത് ഒക്കെ അല്ലേ. നമ്മൾ ഭയങ്കര ഞാൻ പിടിക്കുന്നതിന് കൊമ്പ് എന്ന് പറയാറില്ലേ അല്ലേ? അതേപോലെ നമ്മൾ കടന്നു പോകുന്ന പഴയ നിയമത്തിൽ ഇതേപോലെ ഒരു അവസരം ഏദൻ തോട്ടത്തിലുണ്ട്. ഒരു അനുസരണക്കേട് കാട്ടി അവർ പുറത്താക്കപ്പെട്ടു. അവർ പുറത്താക്കപ്പെട്ടു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴേക്കും അനുസരണം മൂലം നഷ്ടപ്പെട്ടു പോയത് വീണ്ടെടുത്തു. ഇതൊരു നിയമമാണ് പ്രിയം. ഇതൊരു പബ്ലിക്കായിട്ടുള്ള, എല്ലാവർക്കും സ്വീകാര്യമായിട്ടൊരു നിയമമാണ്. അനുസരണക്കേട് പുറത്താക്കപ്പെടും. അങ്ങേറ്റം അവരെ സ്വർഗത്തിൽ നിന്ന് പോലും പുറത്താക്കപ്പെട്ടു അനുസരണക്കേട്. നേരെ മറിച്ച് അനുസരിച്ചപ്പോൾ ആ പുറത്താക്കപ്പെട്ടതിൻ്റെ ആ ഒരു പോരായ്മ പുതിയ നിയമത്തിൽ അനുസരണം വഴി അത് നികത്തി. നമുക്കെല്ലാവർക്കും ഹൃദയത്തിൽ സ്വീകരിക്കാൻ പറ്റിയ, ഏത് പ്രായക്കാർക്കും സ്വീകരിക്കാൻ പറ്റിയൊരു നിയമമാണ് അനുസരണം. വീട്ടുകൊടുക്കല്, വീണ്ടു വിചാരം, അതെല്ലാം നമ്മൾ ഈശോ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വചനം കേൾക്കുന്ന ആരായാലും, കുട്ടികളായാലും യുവാക്കളായാലും മുതിർന്നവരായാലും, ദൈവ വിചാരത്താല് നമ്മൾ കർത്താവിനെ അനുസരിക്കാൻ പഠിക്കണം. ദൈവ വിചാരത്താല് നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ടവരെ അനുസരിക്കാൻ പഠിക്കണം. ദൈവ വിചാരത്താല് നമ്മുടെ മാതാപിതാക്കന്മാരെ അനുസരിക്കാൻ പഠിക്കണം. അല്ലെങ്കിൽ നമ്മൾ പുറത്താക്കപ്പെടും, യാതൊരുവിധ സംശയവുമില്ല. പത്രമാധ്യമങ്ങളിൽ ചില വാർത്തകളൊക്കെ കാണുമ്പോഴേക്കും വളരെ അതിശയം തോന്നിപ്പോകുന്നു. എന്തുകൊണ്ടാണ് നമ്മുടെ സ്ത്രീകള് കുറ്റകൃത്യങ്ങളിൽ അവരുടെ ഫോട്ടോ സഹിതം അവർ വരുന്നത് എന്തുകൊണ്ടാണ്? അതൊരു അനുസരണക്കേടിൻ്റെ റിസൾട്ടാണത്. കഴിഞ്ഞ ദിവസം പത്രം കണ്ടപ്പോഴേക്ക് സാധാരണ കുറ്റകൃത്യങ്ങളിലെ പിടിച്ചുപറി, അത് ഇത് മറ്റ് കഞ്ചാവ്, രാസലഹരി വസ്തുക്കള്, കൊലപാതകം എന്നൊക്കെ പറഞ്ഞ് പുരുഷന്മാരുടെ ഫോട്ടോ മാത്രം വന്നിരുന്ന കാലത്ത് 2-3 ദിവസം മുമ്പ് കണ്ട ഒരു കാഴ്ച മൊത്തം മറിഞ്ഞു. കുറ്റകൃത്യത്തിൽ പിടിക്കപ്പെട്ടതിൽ ഒരു പുരുഷൻ 2 സ്ത്രീകളുമാണ്. കാലം മാറുന്നു, ഉദ്ദേശശുദ്ധി മാറുന്നു, അനുസരണക്കേട് കൂടുന്നു. എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് സ്ത്രീ പുരുഷ വ്യത്യാസത്തിൽ ഇപ്പോൾ യുദ്ധം ചെയ്യുകയാണ്. എന്തിനു വേണ്ടി? എന്തൊക്കെയോ നഷ്ടപ്പെടുത്താൻ വേണ്ടി മാത്രം അല്ലേ? അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അനുസരണം നമ്മളെ രക്ഷിക്കും. അനുസരണക്കേട് നമ്മളെ പുറത്താക്കപ്പെടും. അതിന് ഏറ്റവും ബെസ്റ്റ് ഉദാഹരണം എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ അബ്രഹാമാണ്. കർത്താവിനെ അനുസരിച്ചു.
കർത്താവിനനുസരിച്ച് മോറിയ മലയിലേക്ക് കയറിയപ്പോഴേക്കും കർത്താവിനെ അനുസരിച്ചത് കൊണ്ട് കർത്താവ് അബ്രഹാത്തിന് വേണ്ടി മലമുകളിൽ ഒരു സമ്മാനം ഒരുക്കി വെച്ചിരുന്നു. തൻ്റെ മകനെ ബലിയർപ്പിക്കണമെന്ന് പറഞ്ഞ് ദൈവത്തെ അനുസരിച്ച് മകനെയും കൊണ്ട് വിറകുമെടുത്ത് തീയുമെടുത്ത് കത്തിയുമെടുത്ത് മലമുകളിൽ കയറി ബലിപീഠമുണ്ടാക്കി മകനെ കിടത്തിയപ്പോഴേക്കും കർത്താവിനോട് അനുസരിച്ചത് കൊണ്ട് കർത്താവ് അവിടെ ഒരു ആടിനെ ഒരുക്കി വെച്ചിരുന്നു. അനുസരിച്ചത് കൊണ്ട് കർത്താവ് അവിടെ ഒരു സമ്മാനം കൊടുക്കുന്നുണ്ട്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ കർത്താവ് തന്നെ ഇവിടെ ആരുടെയും മക്കളെ ബലിയർപ്പിക്കാൻ പറഞ്ഞിട്ടില്ല, അത് പറയേയില്ല കർത്താവ്. നേരെ മറിച്ച് നിങ്ങൾക്ക് ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ, നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ പിശാചിൻ്റെ പ്രലോഭനത്തിൽ പെടാതെ ഏറ്റവും നന്മയുള്ള തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകാൻ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിന് ഈ വചനം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിനെ അനുസരിക്കുക. കർത്താവ് നമുക്ക് സമ്മാനങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. കർത്താവിനെ അനുസരിക്കുമ്പോഴേ കർത്താവ് നമുക്ക് സമ്മാനങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരുപക്ഷെ എൻ്റെ പ്രിയമുള്ളവരെ, നമുക്ക് മൊത്തം നഷ്ടമായിരിക്കും. നമ്മൾ പറയാറില്ലേ, ഒരു നഷ്ടക്കച്ചവടമായി പോയെന്ന് പറയാറില്ലേ. അതുകൊണ്ട് നമുക്ക് പ്രത്യേകം ഈ ഒരു വചനം ധ്യാനിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം. കർത്താവെ, ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കർത്താവിനെ അനുസരിച്ച്, ദൈവത്തെ അനുസരിച്ച്, മാതാപിതാക്കളെ അനുസരിച്ച്, ഉത്തരവാദിത്തപ്പെട്ടവരെ അനുസരിച്ച് ദൈവകൃപയാൽ നല്ല തീരുമാനങ്ങളെടുത്ത് നേട്ടങ്ങൾ കൈവരിക്കാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് ഈശോ നമ്മളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പ്രിയമുള്ളവരെ, നമുക്കൊന്ന് ചേർന്ന് കർത്താവിന് മുമ്പിൽ പ്രാർത്ഥിക്കാം. വളരെ പ്രത്യേകിച്ച് ത്രിയേക ദൈവത്തോടും പരിശുദ്ധ അമ്മയോടും വിശുദ്ധ യൗസപിതാവിനോടും സകല വിശുദ്ധന്മാരോടും വളരെ പ്രത്യേകമായിട്ട് നമ്മുടെ നാമത്തിലുള്ള വിശുദ്ധ നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥ, അതുപോലെ തന്നെ എല്ലാ മാലാഖമാരോടും സ്വർഗീയ വ്യൂഹത്തോടും നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നത്. വചനത്തിൽ ഞങ്ങൾ കേട്ടതുപോലെ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ച് അനുസരിച്ചതുപോലെ കർത്താവെ, ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങൾക്കുമൊക്കെ കർത്താവിൽ അനുസരിക്കാൻ പറ്റട്ടെ. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി പിശാചിൻ്റെ കൈപിടിച്ച് നടക്കാതെ കർത്താവിനെ കൈപിടിച്ച് അനുസരണയോടെ നടക്കാൻ ഞങ്ങളെല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് കേട്ടുരളയണമേ. ആമേൻ. പ്രഭാതം വിരിഞ്ഞിടും നേരത്തിലെന്നെ തൊട്ടുണർത്തിയിടുന്ന ദൈവം, നിദ്രയിലെന്നും തഴുകിത്തലോടുന്ന സ്നേഹസ്വരൂപനാം ദൈവം,
വിരിഞ്ഞിടും നേരത്തിലെന്നെ തൊട്ടുണർത്തിയിടുന്ന ദൈവം, നിദ്രയിലെന്നും തഴുകിത്തലോടുന്ന സ്നേഹസ്വരൂപനാം ദൈവം. പ്രഭാതം പ്രഭാതം സുപ്രഭാതം. പകലന്തിയോളം അധ്വാനിച്ചിടുവാൻ ശക്തിയേകുന്നൊരു ദൈവം, പകലന്തിയോളം അധ്വാനിച്ചിടുവാൻ ശക്തിയേകുന്നൊരു ദൈവം, കൂടെ നടന്നും കൈപിടിച്ചെന്നും എന്നെ നടത്തുന്ന ദൈവം, എന്നും എന്നെ നടത്തുന്ന ദൈവം. പ്രഭാതം പ്രഭാതം സുപ്രഭാതം. പ്രഭാതം വിരിഞ്ഞിടും നേരത്തിലെന്നെ തൊട്ടുണർത്തിയിടുന്ന ദൈവം, നിദ്രയിലെന്നും തഴുകിത്തലോടുന്ന സ്നേഹസ്വരൂപനാം ദൈവം. പ്രഭാതം പ്രഭാതം സുപ്രഭാതം. നന്മകൾ ചെയ്തു സാക്ഷ്യമേകിടുവാൻ ഉണർവെനിക്കേകുന്ന ദൈവം, നന്മകൾ ചെയ്തു സാക്ഷ്യമേകിടുവാൻ ഉണർവെനിക്കേകുന്ന ദൈവം, പാപകർത്തത്തിൽ വീണിടാതെന്നെ കാത്തിടും എന്നാഥനെന്നും, എന്നെ കാത്തിടും എന്നാഥനെന്നും. പ്രഭാതം പ്രഭാതം സുപ്രഭാതം. പ്രഭാതം വിരിഞ്ഞിടും നേരത്തിലെന്നെ തൊട്ടുണർത്തിയിടുന്ന ദൈവം, നിദ്രയിലെന്നും തഴുകിത്തലോടുന്ന സ്നേഹസ്വരൂപനാം ദൈവം. പ്രഭാതം പ്രഭാതം സുപ്രഭാതം. പ്രഭാതം പ്രഭാതം സുപ്രഭാതം. പ്രഭാതം പ്രഭാതം സുപ്രഭാതം. സ്നേഹമുള്ളവരും കർത്താവിൻ്റെ ആശീർവാദം ഇപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പിതാവിനോടും എല്ലാ കാർഡിനാൾമാർ, എല്ലാ ബിഷപ്പുമാർ, വൈദികർ, സന്യാസിനിമാർ എല്ലാവരോടും ചേരാൻ നമുക്ക് നിക്ഷിപ്തമായിരിക്കുന്ന പൗരോഹിത്യ അധികാരത്തിൽ നമുക്കൊന്ന് ചേർന്ന് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്നേഹമുള്ളവരെ, നമുക്ക് പ്രാർത്ഥനയിൽ ഒന്ന് ചേർന്ന് മുന്നോട്ട് പോകാം. വളരെ പ്രത്യേകിച്ച് നമുക്ക് വേണ്ടി മരിയൻ കൂടാരത്തിൽ ജപമാല അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരെല്ലാവരും നമുക്ക് സമർപ്പിക്കാം. നമുക്കും അവർക്ക് വേണ്ടി ജപമാല അർപ്പിച്ച് പ്രഭാത വിരുന്നിലൂടെ കൂടുതൽ പ്രാർത്ഥന ശക്തിപ്പെട്ട് ബലപ്പെട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.